സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി കെ രാജഗോപാലാണ്. സാർ, സ്വാഗതം. സാർ, തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ കന്നി നയപ്രഖ്യാപന പ്രസംഗത്തിൽ വന്ന കേരളത്തെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു പരാമർശമുണ്ട്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിൻ്റെ ശ്രമങ്ങളെ തടയും, അത് ഒരിക്കലും അനുവദിക്കാൻ സാധിക്കില്ല. നിലവിൽ അവിടെ 142 അടി ആണ് ജലനിരപ്പ്. അത് ഉയർത്താനായിട്ടുള്ള ശ്രമങ്ങളെ കേരളം നഖശികാന്തം എതിർക്കുകയാണ്. എന്നാൽ ആ ജലനിരപ്പ് 152 അടിയിലേക്ക് ഉയർത്താനായിട്ടുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറയുന്നു. എന്ത് കാരണത്താലാണ്? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മുൻ DMK സർക്കാർ അവിടെ പുതിയ അണക്കെട്ട് വരുന്നതിന് അനുകൂലമായ നിലപാടെടുത്ത ഒരു സർക്കാരാണ്. പിന്നെ എന്ത് സാഹചര്യത്തിലാണ് അതിന് ഘടകവിരുദ്ധമായൊരു നിലപാടിലേക്ക് പുതിയ തമിഴ്നാട് സർക്കാർ പോകുന്നത്? അങ്ങനെ പോവുകയാണെങ്കിൽ നിലവിലെ അവിടുത്തെ സുരക്ഷാ ആശങ്കകൾ അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനാകില്ല. അത് എത്രത്തോളം ഗുരുതരമാകും? ഇത് വളരെ സെൻസിറ്റീവായ വിഷയമാണ്. ഇത് എത്രയോ വർഷങ്ങളായിട്ട് തർക്കവും പരിഹാര ശ്രമങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണെന്നറിയാം. ഇതിന്റെ യാഥാർത്ഥ്യബോധം അറിയാവുന്ന ആളുകൾക്കറിയാം, മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് പറഞ്ഞില്ല 1887 പണി തുടങ്ങി 95 തീർന്നതാണ്. ഏതാണ്ട് 130 വർഷത്തിലേറെ പഴക്കമുള്ള ഡാമാണത്. അതെന്ന് പറഞ്ഞാൽ അന്ന് കോൺക്രീറ്റ് ഒന്നുമില്ല. ജോൺ പെന്നിക്കിക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ സുർക്കി എന്ന് പറയുന്ന മിശ്രിതം ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ചുണ്ണാമ്പ്, മണല് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുള്ള കൺസ്ട്രക്ഷനാണ്. അന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർ പറഞ്ഞത് ഇതിന് 50 വർഷത്തെ ആയുസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഡാം പണിഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കാച്ച്മെന്റ് ഏരിയയുടെ സൗകര്യങ്ങളും ഒക്കെ കണ്ട ശേഷം സ്ട്രെയിറ്റ് ഇടുക്കി പോലെ അല്ല ഇത് പണിഞ്ഞിരിക്കുന്നത്. ഇടുക്കിയാണെങ്കിൽ ആർച്ച് ഡാമാണ്, ഒരു എസ് ഷേപ്പിലാണ്. ട്രസ്റ്റ് വെള്ളത്തിന്റെ തള്ളു താങ്ങാൻ ശേഷിയുണ്ട് ഡാമിന്. പിന്നെ അത് കോൺക്രീറ്റും മറ്റ് സ്ട്രക്ചറിലും കനേഡിയൻ എഞ്ചിനീയേഴ്സ് ആണ് പണിഞ്ഞത്. ഇത് അന്നത്തെ കാലത്ത് 1887 എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ. അന്നത്തെ കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. അത് ഈ ഡാം നിൽക്കുന്ന നമ്മുടെ കേരളത്തിനകത്താണ്, നമ്മുടെ ഡാമാണ്. നമ്മുടെ നമ്മുടെ പെരിയാർ നദിയിലാണ് നിൽക്കുന്നത്. മുല്ലയാറും പെരിയാറും ചേരുന്നിടത്താണ്. നമ്മുടെ തേക്കടി തടാകത്തിലെ വെള്ളമാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മുല്ലപ്പെരിയാർ എന്ന് തന്നെ വിളിക്കുന്നത്. അങ്ങനെ 50 വർഷത്തെ ആയുസ്സിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഡാം നിർമ്മിച്ചത്. ഡാം നിർമ്മിച്ച വർഷം എത്ര കഴിഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് എഞ്ചിനീയർ ജോൺ പെന്നിക്കിക്ക് കഴിഞ്ഞ 50 വർഷം കഴിഞ്ഞ് 130 വർഷമാകുന്നു. 130 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കുഴപ്പവും ഡാമിനില്ല. യാതൊരു പ്രശ്നങ്ങളും ഈശ്വരാധീനം കൊണ്ട്, നമ്മൾ പറഞ്ഞ ദൈവാധീനം കൊണ്ട് ഒരു പ്രശ്നങ്ങളും ആ ഡാമിന് ഉണ്ടായിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കൊക്കെ ചില ചോർച്ചകളൊക്കെ ഉണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ അതിനെ ശ്രദ്ധിക്കണം. ഇപ്പൊ ലോകത്തുള്ള ഒരുപാട് ജലസംഭരണികൾ ഇത്രയും വലിയ കാലപ്പഴക്കമുള്ളതൊക്കെ തകർന്ന് ആയിരക്കണക്കിന് ആളുകൾ മരിച്ച സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട്. കേരളത്തിന് തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പെരിയാർ തടാകത്തിൽ നിൽക്കുന്നതാണ് ഈ ഡാം. പക്ഷേ അന്നത്തെ കണ്ടീഷൻ, അന്ന് ചില രാജഭരണകാലത്താണ് ഇതിന്റെ വ്യവസ്ഥകളൊക്കെ വെക്കുന്നത്. നമ്മൾ തിരുവിതാംകൂർ മഹാരാജാവുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വ്യവസ്ഥാ ഉടമ്പടി പ്രകാരം ഡാം നമ്മുടേതാണ്, വെള്ളം നമ്മുടേതാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും തമിഴ്നാട്ടിൽ നമ്മൾ വെള്ളം വിട്ടുകൊടുത്തേക്കാം. അതായത് 999 വർഷത്തേക്ക് ഒരു കരാർ നമ്മൾ ഒപ്പിട്ട് പോയി. അത് അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള പാര നമുക്ക് വരുവാനെന്ന് കരുതിയില്ല. കാരണം ചില ജനങ്ങൾക്ക് വെള്ളം കൊടുക്കണമല്ലോ, അതൊരു സ്വാഭാവികമാണ്. നമുക്ക് ഇത്രയും വെള്ളം വേണ്ട, കാരണം നമുക്ക് 44 നദികളുണ്ട്, ഇത്രയും വെള്ളം വേണ്ട. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തമിഴ്നാടിന് ഇതിന്റെ വെള്ളം കൊടുക്കാം. അതിന് വെച്ച തുകയെന്ന് പറഞ്ഞാൽ ചെറിയ പൈസയാണ്. 999 വർഷത്തേക്ക് ചെറിയ തുകയ്ക്കാണ് നമ്മൾ ഈ തമിഴ്നാടിന് വെള്ളം വിട്ടുകൊടുക്കുന്നത്. ശരിയാണ്, ആ വെള്ളം നമുക്ക് നമ്മളെ ഇതിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, കാരണം നമുക്ക് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ആ സമയത്ത്. തമിഴ്നാട് എന്ത് ചെയ്തു, കമ്പം തേനി തുടങ്ങിയ സ്ഥലങ്ങളിൽ അവിടെ ഏറ്റവും വലിയ കൃഷിഭൂമിയാണ്. അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അവിടത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കനാല് വെട്ടിയിട്ട് തമിഴ്നാട് വെള്ളം കൊണ്ടുപോയിട്ട് അവിടെ ഇന്ന് പ്രേമനം കൊണ്ട് കുമളിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നോക്കിയാൽ കമ്പം തേനി തൊട്ടങ്ങ് മധുരയുടെ ആ ഭാഗങ്ങൾ വരെ അല്ലെ, മധുര വരുന്ന ഭാഗങ്ങൾ വരെ വിശാലമായ കൃഷിത്തോട്ടമാണ് അല്ലെ. ഇഷ്ടംപോലെ പച്ചക്കറിയും തെങ്ങ്, കാർഷിക സമൃദ്ധി. അത് നമ്മുടെ വെള്ളത്തിന്റെ ഗുണമാണ്. ചെയ്യട്ടെ. തമിഴ്നാട്ടുകാർ അധ്വാനിച്ചത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് തുച്ഛമായ വിലയ്ക്ക് ഇവിടെ നിന്നൊക്കെയുള്ള പച്ചക്കറിയും പഴങ്ങളും ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എന്ന് കരുതി ജനങ്ങളുടെ സുരക്ഷ നോക്കണ്ടേ? അപ്പൊ ഈ 130 വർഷത്തിലേറെ പഴക്കമുള്ള ഡാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സുരക്ഷ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കാരണം കോൺക്രീറ്റ് മിശ്രിതം അതിനകത്തിലില്ല.
ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എങ്ങനെ അത് വിശ്വസിക്കും? ഇത് അമേരിക്കൻ ഇതിന്റെ സുരക്ഷിതത്തെ കുറിച്ച് ആദ്യം ആശങ്ക പറഞ്ഞത് അമേരിക്കയുടെ ഒരു സാറ്റലൈറ്റ് ആണ്. അയാളുടെ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 1975-80 സമയത്തോ മറ്റോ ആണ്. ഞാനന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്ന സമയത്താണ്. അന്ന് ആണ് ഞാനിത് ആദ്യമായിട്ട് ഈ വാർത്ത കേൾക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിത്തട്ടിന് ബലക്ഷയമുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത. അന്ന് നമുക്കിങ്ങനെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ, നമ്മുടെ ഉപഗ്രഹങ്ങളൊന്നും നമ്മുടെ തലയ്ക്ക് മുകളിലില്ല. ഇന്ത്യക്ക് അതിനുള്ളൊരു ശേഷിയൊന്നും ആയിട്ടില്ല. അപ്പൊ ആ സമയത്താണ് നമ്മളിത് കുറിച്ച് ഗൗരവമായിട്ട് കേൾക്കുന്നത്. ഈ സാറ്റലൈറ്റ്, അമേരിക്കൻ സാറ്റലൈറ്റ് ആണ് അത് ഡിറ്റക്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അവര് പറഞ്ഞതിന്റെ അടിത്തട്ട് ബലക്ഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഏത് സമയത്തും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് അന്ന് വായിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് തൊട്ടാണ് നമ്മുടെ ആളുകൾ ജനാധിപത്യ സർക്കാർ വന്നപ്പോഴത്തേക്ക് അപ്പൊ നമ്മളിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അന്ന് കാലം തൊട്ടാണ്. പിന്നീട് വന്ന ഓരോ സർക്കാരും, പിന്നീട് വന്ന LDF സർക്കാരാണെങ്കിലും UDF സർക്കാരാണെങ്കിലും കാലാകാലം ഇത് പരിശോധിച്ചു. കാരണം ഇതിന്റെ മുകളിൽ ഇടുക്കിയിൽ അയ്യപ്പൻ കോവിൽ എന്നൊക്കെ പറഞ്ഞ പഞ്ചായത്തുണ്ട്. അവിടെ ഇഷ്ടംപോലെ ജനവാസമുള്ള സ്ഥലമാണ്. ഇതിന്റെ കാച്ച്മെന്റ് ഏരിയയുടെ തൊട്ട് താഴെ വരുന്നത് മുകളിലോട്ട് കിടക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ താമസിക്കുന്നത്. എന്തെങ്കിലും അനിഷ്ടകരമായ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, നമുക്കതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, 2-3 ജില്ലകൾ ഒലിച്ചു പോകും. 2-3 ജില്ലകൾ ഒലിച്ചു പോകുന്ന സാഹചര്യമാണ്. അത്ര വലിയ ഗുരുതരമാണ്. നമ്മളതിനെ ജലബോംബ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നീട് അവസാന സമയത്ത് വന്ന ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് ജലബോംബ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ തമിഴ്നാടുമായിട്ട് എഗ്രിമെന്റ് ഉണ്ട്. ഇതിന്റെ മെയിൻ്റനൻസ് തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാട് പോലീസും ഉണ്ട് അവിടെ. ഈ ഡാമിന്റെ മുകളിൽ നമ്മുടെ ഇപ്പം ഗവിയിലേക്കൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, മുല്ലപ്പെരിയാർ ഡാമിന്റെ പിന്നെ അവിടുത്തെ സെക്യൂരിറ്റിക്കകത്തില് നമ്മുടെ പോലീസും ഉണ്ട്, തമിഴ്നാടിന്റെ പോലീസും ഉണ്ട്. അങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജനങ്ങളുടെ ആശങ്ക വന്നു. അത് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ആ പ്രളയവും ഒക്കെ വന്ന സമയത്താണ് ഇത് വലിയ ഗുരുതരമായത്. ആദ്യം ഇത് 136 അടി വരെ ജലത്തിന്റെ ലെവൽ ഉയരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ ഇതിന്റെ ബേബി ഡാം എന്ന് പറയും, 2 വശത്തായിട്ട് ചെറിയ ഷട്ടർ പോലത്തെ ഔട്ട്ലെറ്റ് വാൽവുകളുണ്ട്. അതിൽ കൂടെ വെള്ളം തള്ളിപ്പൊക്കി കഴിഞ്ഞാൽ ആ ലെവല് കുറഞ്ഞു നിൽക്കും. എന്ന് പറഞ്ഞാൽ 136 അടി കവിഞ്ഞ് വെള്ളം വരികയില്ല. കാരണം അതിൽ കൂടുതൽ താങ്ങാനുള്ള ശേഷിയില്ല. അപ്പൊ അതായിരുന്നു നമ്മുടെ ഒരു ഡിമാൻഡ്. 136 അടി വരുന്ന സമയത്ത് നമ്മൾ ഈ ബേബി ഡാം തുറന്നു വിട്ടിട്ട് 2 വശത്തൂടെ വെള്ളം എക്സസ് ആയിട്ട് വെള്ളം ഒഴുകി അങ്ങ് മാറുമായിരുന്നു. അതിനുശേഷം തമിഴ്നാട് എന്ത് ചെയ്തു? തമിഴ്നാട് അപ്പോഴത്തേക്കും അവർക്ക് വെള്ളം കൂടുതൽ വേണം. ഇപ്പൊ അവര് കമ്പം തേനി മാത്രമല്ല പ്രേമ, ഇവരിതിന് വലിയ കനാല് വെട്ടിയിട്ട് നമ്മുടെ വൈഗ നദിയിലേക്ക്, തമിഴ്നാട്ടിലെ വൈഗ നദി അറിയാമല്ലോ, വൈഗ നദി വഴി മധുര വരെ നമ്മുടെ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ മധുരയിലെ കുടിവെള്ളവും നമ്മുടെ മുല്ലപ്പെരിയാറിലെ വെള്ളമാണ്. എത്ര കിലോമീറ്റർ നമ്മുടെ വെള്ളം പോകുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ. അത് തന്നെ അല്ലാതെ ലോവർ ക്യാമ്പില്, ലോവർ കനാലിൽ അവർക്ക് ഒരു ഇരച്ചിപ്പാലം എന്നൊരു സ്ഥലമുണ്ട്. നമ്മള് കുമളിന്ന് താഴോട്ട് ഇറങ്ങുന്നവർക്ക് അറിയാം. അതിനെ തമിഴിലെ ഇരച്ചി എന്നാണ് പറയുന്നത്. ഇരച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇരച്ചെത്തുന്ന എന്നാണ് പറയുന്നത്. അവിടെ വെള്ളം ചാടി ഇങ്ങനെ വരും. ചാടി വരുന്നിടത്ത് അവർക്ക് അവിടെ പവർ പ്ലാന്റും ഉണ്ട്. അതുകൊണ്ട് അവരവിടെ വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ വെള്ളത്തിൽ നിന്ന് അവർ വൈദ്യുതി ഉണ്ടാക്കിയിട്ട് ആ വെള്ളമാണ് പിന്നീട് ബാക്കി വരുന്നതാണ് അവർ കൃഷിത്തിന് കൊണ്ടുപോകുന്നത്. ഈ വെള്ളം ഇപ്പൊ മധുര വരെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ വൈഗ എക്സ്റ്റൻഷൻ പ്രോഗ്രാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് മധുരയിൽ നിന്ന് നീട്ടാൻ പോവാണെന്നാണ് പറഞ്ഞത്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്, ഇഷ്ടംപോലെ നല്ല ശുദ്ധമായ വെള്ളം. ഇതൊക്കെ കൊണ്ടുപോകുന്നതിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇവർക്ക് തമിഴ്നാടിന്റെ വെള്ളത്തിന് ഇങ്ങനെ ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് താങ്ങണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഇപ്പൊ 136 എന്ത് ചെയ്യുന്നു, അവർ സുപ്രീം കോടതി കേസ് വന്നു. കേസ് കൊടുത്ത ശേഷം ഇതിന്റെ ലെവൽ ഉയർത്തണം, 132-36 പോരാ 142 ഉയർത്തണം എന്ന് പറഞ്ഞൊരു കേസ് വന്നു. കേസ് വന്ന് ഒരുപാട് വാദങ്ങളും ഒക്കെ വന്നു. ജസ്റ്റിസ് KT തോമസ് ഒക്കെ ആയിരുന്നു അങ്ങനെ ഒരു കമ്മീഷനൊക്കെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അതിനകത്ത് വന്നിരുന്നത്. അവസാനം വന്ന് കോടതി വിധി അവർക്ക് അനുകൂലമായിരുന്നു. സുപ്രീം കോടതി പറഞ്ഞത് വെള്ളത്തിന്റെ ലെവല് ഉയർത്തി നിർത്താൻ പറഞ്ഞു. ഉയർത്തി നിർത്തി. അങ്ങനെ 142 ടെസ്റ്റ് ചെയ്തപ്പോഴും ഒരു ഡാമിന് കുഴപ്പം കാണിക്കുന്നില്ല എന്നാണ്. അങ്ങനെ 1-2 ടെസ്റ്റ് കൊണ്ട് വല്ലതും ചെയ്യാവുന്ന കാര്യങ്ങളാണോ ഇത്? 142 പ്രശ്നമില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അവിടെ കൊണ്ടുവന്ന് ഇത് ഫിക്സ് ചെയ്തു. ഇപ്പൊ പറയുന്ന 142 പോരാ 156 അടിയിലേക്ക് അത് വെക്കണമെന്നാണ്. വെള്ളത്തിന്റെ ലെവൽ അത്രയും ഉയർത്തിക്കൊണ്ട് വരണമെന്നാണ്. അപ്പൊ നമ്മുടെ ജനങ്ങൾ എന്ത് ചെയ്യും? കേരള സർക്കാരിനെ കുറിച്ച് സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. അപ്പൊ ഇങ്ങനെ കോടതി വിധികളെ, കാരണം ഇവര് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ കേസ് നോക്കുന്നതിനായിട്ട് ഒരു പ്രത്യേക നിയമവിജ്ഞ തന്നെ അവർക്കുണ്ട്. മുല്ലപ്പെരിയാർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് സർക്കാരിന്റെ ഡൽഹിയിൽ അവർക്കൊരു പ്രത്യേക വിങ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഈ വെള്ളം അവരുടെ ജീവനാഡിയാണ്. ഏറ്റവും ശുദ്ധമായ വെള്ളം കിട്ടുന്ന കാവേരി നദി തർക്കത്തിന് അവർ കർണാടകമുണ്ട്, അവർക്ക് തർക്കവും വഴക്കവും ഒക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? പക്ഷെ ഇത് അവർക്ക് ഫ്രീ ആണ്, ഓപ്പണായിട്ട് കിട്ടുന്ന ശുദ്ധമായ വെള്ളമാണ്.
തമിഴ്നാടിന്റെ എത്ര ജില്ലകളെയാണ് അത് പരിപോഷിപ്പിക്കാൻ നോക്കുക. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാകത്തില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവർ ഈ വെള്ളത്തിനോടുള്ള അവരുടെ പിന്നെ പവിത്രത നമ്മളൊന്ന് കാണേണ്ടതാണ്. ഞാനും പലതവണ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് വെള്ളം എടുക്കാൻ വരുന്ന സമയത്ത് അവിടുത്തെ ജലസേചന മന്ത്രി വരും പറയാം അവിടെ ആ മുല്ലപ്പെരിയാർ ഡാമിന്റെ മുകളിൽ വന്നിട്ട് വലിയ പൂജയൊക്കെയാണ്. പൂജയും ചടങ്ങും ഒക്കെ കഴിഞ്ഞ 1.5 മണിക്കൂർ വലിയ ചടങ്ങൊക്കെ നടത്തി വളരെ പവിത്രമായിട്ടാണ് ആദ്യത്തെ ഒരു തുള്ളി വെള്ളത്തെ തമിഴ്നാട്ടിലേക്ക് അവർ വിടുന്നത്. അത് വെച്ചാൽ നമ്മളെ പോലെ അല്ല കേട്ടോ, നമുക്ക് ഈ വെള്ളം ഒരുപാടുള്ളതുകൊണ്ട് നമ്മളാണല്ലോ ഏറ്റവും കൂടുതൽ ജലം മലീമസമാക്കുന്ന പരിപാടിയൊക്കെയാണല്ലോ. നമ്മുടെ മിക്കവാറും വീടുകളുടെയൊക്കെ പൈപ്പിന്റെ ആറ്റുതീരത്തൊക്കെ നോക്കിയാട്ട് കുട്ടനാട്ടിലൊക്കെ തന്നെ പറയാൻ അറിയാമല്ലോ, അവിടുത്തെ എല്ലാ പൈപ്പുകളും എടുത്ത് ഔട്ട്ലെറ്റ് അവിടോട്ടാണ് വെച്ചിരിക്കുന്നത്. കക്കൂസിന്റെ ഔട്ട്ലെറ്റ് ഒക്കെ എടുത്ത് വെള്ളത്തിൽ കൊണ്ടുവന്ന് വെച്ചുകളി. അങ്ങനെയൊക്കെയുള്ള രീതിയാണ് നമുക്കുള്ളത്. പക്ഷെ തമിഴിന് അതല്ല, തമിഴ്നാട്ടുകാർക്ക് അതല്ല, ഒരു വലിയ പരിശുദ്ധമായിട്ടാണ് കരുതുന്നത്. പക്ഷെ ഇന്ന് കരുതിയിട്ട് നമുക്കിതിനെ സഹിച്ചുകൊണ്ടിരിക്കാനൊക്കത്തില്ല. അങ്ങനെയാണ് നമ്മളിത് പുതുക്കി പണിയണം, ഡാം പുതുക്കി പണിയണം എന്നുള്ള നിർബന്ധം വന്നത്. എനിക്ക് തോന്നുന്നത് NK പ്രേമചന്ദ്രൻ എന്നൊരു MP ഉണ്ട്, ഇപ്പൊ അദ്ദേഹം MP ആണ്. അദ്ദേഹം പണ്ട് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നമ്മുടെ മന്ത്രിയായിരുന്നു, ജലസേചന മന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ കേരളത്തിന് വലിയ പോസിറ്റീവായി സ്റ്റെപ്പ് എടുത്തത്. പ്രേമേന്ദ്രന് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ. അങ്ങനെ വന്ന ശേഷമാണ് ഈ ഡാം പുതുക്കി പണിയാതെ പറ്റുകയില്ല. ഇങ്ങനെ വെള്ളത്തിന്റെ ലെവൽ ഇങ്ങനെ ഉയരുകയും ഇവരിങ്ങനെ 136 42 കൊണ്ടുപോയി 56 കൊണ്ടുപോയി എന്ത് ചെയ്യും? അന്നേരവും കോടതിയെ കൊണ്ടുപോയി വിധിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? വലിയ ആശങ്കയാണ്. മഴ സമയത്ത് ഇടുക്കി ജില്ലയിലെ, പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ആശങ്കയാണ്. 3 ജില്ലകളെ ബാധിക്കുന്നതാണ്. കോട്ടയം വരും, ഇടുക്കി വരും, എറണാകുളം ജില്ല. പെരിയാറിൽ കൂടെ പെട്ടെന്ന് വെള്ളം ഇറങ്ങി പോരും. ഇത് അങ്ങനെ വലിയ അപകടം പിടിച്ച ഒരു സാധനമാണിത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പ്രേമേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അവരെ പിന്നെ തീരുമാനിച്ച് അങ്ങനെ ഡാം പുതുക്കി പണിയാം. അപ്പൊ ഡാം പുതുക്കി പണിയാനുള്ള പ്രപ്പോസൽ വന്നപ്പോഴാണ് തമിഴ്നാട് അവരുടെ വിശ്വരൂപം കാണിച്ചു തുടങ്ങിയത്. അവര് പറഞ്ഞു പറ്റത്തില്ല, ഡാം പുതുക്കി പണിയാൻ കേരളം പണിയാനൊക്കത്തില്ല, ഞങ്ങൾ പണിഞ്ഞു തരാവും. അപ്പൊ അന്ന് ചോദിച്ച എന്തോ കാര്യം, പിടിയേണ്ട സർക്കാരാണ് എന്താ ചോദിച്ചെന്ന് പറഞ്ഞപ്പോഴ് നിങ്ങൾ വളരെ സ്ലോ ആണ്, നിങ്ങൾക്ക് പിന്നെ ഈ പറക്കാര്യത്തിൽ വലിയ ധൃതിയൊന്നും കാണത്തില്ല, വലിയതാണ്, അപ്പൊ നിങ്ങൾ പ്രശ്നമൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് വെള്ളം കിട്ടാതെ വരും, ഡാം പുതുക്കി ഞങ്ങൾക്ക് വെള്ളം കിട്ടാതെ വരും. വലിയ പ്രശ്നമാണ്. തമിഴ്നാട് ഭരണം തന്നെ പറഞ്ഞു പോകും അല്ലേ. ഇപ്പൊ മധുര വരെയാണ് 5-10 ജില്ലകളെ ബാധിക്കുന്ന വലിയ വിഷയമാണത്. അപ്പൊ അങ്ങനെ വന്ന് വെള്ളം കിട്ടാതെ പറഞ്ഞാൽ തമിഴന്മാർ വലിയ പ്രശ്നമാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ പണിയാമെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെ നമ്മുടെ അവർ പറഞ്ഞാൽ നമ്മുടെ ഒരിടത്ത് കയറിയിട്ട് വല്ലവരും ചെയ്യാൻ നമ്മൾ സമ്മതിക്കുക? നമ്മൾ പറഞ്ഞാൽ അത് പറ്റത്തില്ല, നമ്മളത് പിന്നെ സംയുക്തമായിട്ട് ഇത് പണിയുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ആലോചിച്ചു. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അവസാനം ഒരു ശരിക്കുമുള്ളൊരു പ്രപ്പോസൽ വന്നത് എനിക്ക് തോന്നുന്നു ഈ ശ്രീധരനുണ്ടല്ലോ, മെട്രോമാൻ ഇതിനകത്തൊരു നല്ല നിർദ്ദേശം വെച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യേ, ഇത് അങ്ങനെ പിന്നെ ആരുമാറ്റി പൊളിച്ചു കളയണ്ട, തൽക്കാലം ഡാം പൊളിച്ചു കളയണ്ട, 2 കൂട്ടർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഈ പെൻസ്റ്റോക്കിന്റെ വലിയ കുഴലുകളുണ്ടല്ലോ, പെൻസ്റ്റോക്ക് നമ്മുടെ ഈ പിന്നെ വൈദ്യുത പ്രോജക്റ്റുകളിൽ ഉപയോഗിക്കുന്ന വലിയ പൈപ്പുകളുണ്ട്. പെൻസ്റ്റോക്കിനകത്തിൽ കൂടെ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് ആ സമയത്ത് ഡാം ബലപ്പെടുത്തുന്ന മറ്റ് അനുബന്ധ വർക്കുകളും ചെയ്യുക. അത് നല്ലൊരു പ്രപ്പോസലാണ്. കാരണം എന്ന് പറഞ്ഞാൽ പെൻസ്റ്റോക്ക് പൈപ്പിനകത്തിൽ കൂടെ തമിഴ്നാടിന് വെള്ളം കിട്ടുകയും ചെയ്യും. ആ സമയത്ത് ഡാമിന്റെ ഭാഗങ്ങളിലുള്ള മറ്റ് കൺസ്ട്രക്ഷൻസും ചെയ്യും. അതായിരുന്നു നമ്മുടെ വളരെ ശാസ്ത്രീയമായ പ്രപ്പോസലാണ്. ഒരുപാട് അംഗീകാരം വന്നതാണ് അതിന്. പക്ഷെ തമിഴ്നാട് അതിനും സമ്മതിക്കത്തില്ല. അതിനെന്താ തമിഴ്നാട് സമ്മതിക്കുക? പിന്നെ എന്ത് ചെയ്യും? അതാണ് ഇപ്പൊ പ്രശ്നം. എനിക്ക് തോന്നുന്നത് വിജയ് ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഇത് തമിഴിന്റെ നമ്മൾ ഭാഷാ സ്നേഹം പറഞ്ഞതുപോലെ വലിയൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വോട്ട് കിട്ടും. ഇപ്പൊ നമ്മുടെ വൈക്കോയൊക്കെ അവിടെ പ്രേമൻ ഓർക്കുന്നുണ്ടാവും, ഒരു 5-6 കൊല്ലം മുംബൈ മുല്ലപ്പെരിയാർ സമരകാലത്ത് നടത്തിയ പ്രക്ഷോഭങ്ങളൊക്കെ. കേരളത്തിലേക്ക് വന്ന് പച്ചക്കറി വണ്ടി അയാൾ പറഞ്ഞത്, നിങ്ങൾ ഡാം പണിയാൻ സമ്മതിച്ചില്ല, വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിലേക്ക് പച്ചക്കറി തരത്തില്ലെന്നാണ്. പച്ചക്കറി വണ്ടി മുട്ട വണ്ടിയൊക്കെ തടയുക, കുമളിക്ക് മുകളിലായിട്ട് അവർ തടഞ്ഞു, പിന്നെ കമ്പത്ത് നിന്ന് മുകളിലോട്ട് കയറ്റി വിടത്തില്ല. അങ്ങനെ വലിയ സമരമൊക്കെ. പിന്നെ നമ്മൾ അതിനെ മറികടന്നത് വേറെ വിഷയം. എന്നാ പിന്നെ നിങ്ങളെല്ലാം തിന്നോളാൻ പറഞ്ഞതല്ല, ഈ പച്ചക്കറി മുട്ടയും കൂടെ അങ്ങ് തിന്നു, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പ്രശ്നമായി. എന്താണ്, പച്ചക്കറിയൊക്കെ എത്ര ദിവസം വരെ പിടിച്ചിടാൻ പറ്റും? പ്രേമാണ് 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യാൻ തുടങ്ങും അല്ലേ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ കർഷകരെ ഇവർക്ക് നേരെ തിരിയാണ്, സാധനം വിൽക്കാൻ പറ്റുന്നില്ല. കേരളമാണല്ലേ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ വലിയ താല്പര്യമുള്ള ഒരു ഇഷ്യൂ ആണിത്. വളരെ സെൻസിറ്റീവാണ്. ഒരു പക്ഷേ പ്രായോഗിക തലത്തില് വിജയ്ക്ക് അത്രയൊന്നും എക്സ്പീരിയൻസ് ഇല്ലായിരിക്കും. വിജയൻ ഇപ്പൊ വന്ന് ഭരണത്തിലേക്ക് വന്നിട്ടുള്ളതേ ഉള്ളൂ. അവരുടെ ജലസേചന മന്ത്രിയൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്ന ഒരാളാണ്, വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലത്. അപ്പൊ അതിനെക്കുറിച്ച് അവർ പഠിച്ചു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് വശങ്ങളെ മനസ്സിലാക്കും. ഇത് 2 സംസ്ഥാനത്തിനും ആശങ്കയുള്ളതാണ്. 2 എനിക്കൊരു സംശയം. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-15 വർഷം മുൻപ്
നമ്മുടെ ഈ ലൈവ് ന്യൂസ് ചാനലുകളൊക്കെ നമ്മുടെ ഈ കുടവണ്ടി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഈ നമ്മുടെ ഈ ഡിഷൊക്കെ മുകളിൽ വെച്ചേക്കുന്ന വാഹനങ്ങളുള്ള കാലത്ത് ഈ കുമളി കേന്ദ്രീകരിച്ച് മുല്ലപ്പെരിയാർ ഇതാ ഇപ്പോൾ പൊട്ടാൻ പോകുന്നു എന്ന തരത്തിൽ തത്സമയ വാർത്താ ബുള്ളറ്റിനുകളൊക്കെ അവിടെ നിന്ന് കൊടുത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു മഹാപ്രളയം കഴിഞ്ഞു. ഈ ന്യൂസ് ചാനലുകളുടെ കുടവണ്ടി മാറിയിട്ട് ഇപ്പോൾ മറ്റേ ബാക്ക് പാക്ക് പോലെയുള്ള തത്സമയ ലൈവ് ഒരു ക്യാമറാമാൻ മാത്രം മതി, വലിയൊരു വണ്ടിയൊന്നും കൊണ്ടുവരണ്ട. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ സജീവമായി. ഇന്നും പഴയ ആ ക്ലിപ്പിങ്സുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കാലം ഇത്ര പോയി, മുല്ലപ്പെരിയാർ ഇപ്പോഴും അതേപടി തന്നെ നിൽപ്പുണ്ട് താനും. ഇതുവരെ ആ ജലബോംബ് പൊട്ടിയിട്ടുമില്ല. അപ്പോൾ എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ, നമ്മളിങ്ങനെ ഇപ്പോൾ പൊട്ടും എന്ന് പറയുമ്പോൾ അതിന് യാതൊരു കേടുപാടുമില്ലാതെ ആ അണക്കെട്ട് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. തമിഴ്നാട് അതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കാര്യം അതിന് ഒരു കുഴപ്പവും കാലം അത് തെളിയിച്ചു കഴിഞ്ഞു എന്ന് അവർ വാദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ വാസ്തവം എന്താണ്? ഈ മുല്ലപ്പെരിയാർ ഇപ്പോഴും ഒരു കേടുപാടും ഇല്ലാതെ നിലനിൽക്കുന്നു. നമ്മളിങ്ങനെ നിരന്തരം ആശങ്ക പറയുന്നുകൊണ്ട് വാസ്തവത്തിൽ മുല്ലപ്പെരിയാർ ഈ പറയുന്ന രീതിയിൽ ബലക്ഷയമുള്ളത് തന്നെയാണോ, അതോ ഈ പറയുന്നത് പോലെ തമിഴ്നാടിൻ്റെ വാദഗതികളാണോ വാസ്തവത്തിൽ ഉള്ളത്? ഞാൻ അതാണ് പറഞ്ഞത്, നമ്മളെ ഈശ്വരാധീനം കൊണ്ടാണ് ഇത് സംഭവിക്കാതിരിക്കുന്നത്. ഇപ്പൊ 50 വർഷത്തെ ലൈഫിന് പണിഞ്ഞൊരു സാധനം അതിന്റെ 3 ഇരട്ടി വന്നു കഴിഞ്ഞാൽ അതിന് പ്രശ്നം ഉണ്ടാകുമോ ഇല്ലയോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കോൺക്രീറ്റ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. നിരവധി പഠന സംഘങ്ങൾ അത് പോയി നേരിട്ട് വിലയിരുത്തിയതിന് ശേഷമല്ലേ അതിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അവർ വാദിച്ചത്. അതിനകത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അന്നത്തെ പഠന സംഘമൊക്കെ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഇടയ്ക്കിടയ്ക്ക് ഇതിന് അവിടെ ഇവിടെയൊക്കെ ചോർച്ച വന്നിട്ടുണ്ട്. ഈ ചോർച്ച വന്ന സമയത്ത് ചില കമ്പി ഈ ചോർച്ചക്കൊടലിനകത്ത് ഇറക്കും. അന്നേരം ചില കോൺക്രീറ്റ് മിശ്രിതമൊക്കെ ആ സമയത്ത് കോൺക്രീറ്റ് മിശ്രിതമൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പൊ ആ കമ്പിക്കകത്തേക്ക് ഈ കുഴിക്കകത്തേക്കൊക്കെ കോൺക്രീറ്റ് മിശ്രിതം ഇറക്കും. അങ്ങനെ ഇറക്കി അവിടെ ഇവിടെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ബലപ്പെടുത്തൽ നടന്നിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് ഇതിന്റെ അടിത്തട്ട് എന്താണെന്ന് അങ്ങനെ അറിയുന്നത്? ഞാൻ ആ ഡാമിൽ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാനും അവിടെ പോയി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ബോട്ടിലെ വനംവകുപ്പിന്റെ ബോട്ടിൽ പോയിട്ടുണ്ട്. ഇതിന്റെ അടിത്തട്ട് നമുക്ക് കാണാൻ ഒക്കത്തില്ല. അടിത്തട്ടിൽ എന്താണെന്നുള്ളത് അറിയണം. നമ്മൾ പറഞ്ഞില്ലേ, ഈ ചിലപ്പോ ശരിയായിരിക്കും, നല്ല ബലമൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ബ്രിട്ടീഷുകാരന്ന് കൈക്കൂലി ഉണ്ടായിരുന്ന കാലത്തൊന്നും അല്ലല്ലോ, അല്ലെ കമ്പി സിമെന്റ് അടിച്ചുകൊണ്ട് ബ്രിട്ടനെ കൊണ്ടുപോകുന്ന കാലത്തൊന്നും പണിഞ്ഞതല്ലേ ഇത്. അപ്പൊ അയാൾ നല്ല പോലെ അത് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ജനങ്ങളുടെ ജീവനെ അങ്ങ് നമുക്ക് വിട്ടുകൊടുക്കാൻ ഒക്കത്തില്ല. അതാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം. അതുകൊണ്ടാണ് ആശങ്കപ്പെടുന്നത്. എന്തെങ്കിലും ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞേച്ച് കയ്യൊക്കെ കൊടുത്ത് പിരിഞ്ഞേച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയും? അപ്പൊ അങ്ങനെ നേരെ തിരിയും. നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അല്ലേ? ലൈഫ് ഇല്ലാത്ത സാധനത്തിനകത്ത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയെന്ന് അറിയത്തില്ലായിരുന്നു പറയാം. എല്ലാവരും തിരിയും. എത്ര വലിയ, ഞാൻ പറയില്ല, 3 ജില്ലകൾക്ക് റിസ്ക് ഉണ്ടത്. 3 ജില്ലകൾക്ക് വലിയ റിസ്ക് ഉള്ള ഡാമാണിത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് വെച്ചോണ്ടിരിക്കാനൊക്കത്തില്ല. എന്തെങ്കിലും ഒരു പരിഹാരം ഒന്നുകില് ഈ പറയുന്ന ഈ ശ്രീരത്ന നിർദ്ദേശത്തിലേക്ക് കൊണ്ടുവരിക, അതല്ലെങ്കിൽ നമ്മുടെ തമിഴ്നാടും നമ്മൾ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ തമിഴ്നാടുമായിട്ട് ചേർന്ന് ചെയ്യുക. കാരണം ഓരോ മഴക്കാലവും ആശങ്കയുടേതാണ്. ഓരോ മഴക്കാലവും വന്നു കഴിഞ്ഞാൽ പറയുന്നത് പോലെ എല്ലാ ചാനലുകളും ഓടി ശ്രദ്ധിക്കുന്ന ഒരു ആദ്യത്തെ കാര്യം മുല്ലപ്പെരിയാർ ജലനിരപ്പ് എത്രയുണ്ട്. ചാനലിലൊക്കെ നമ്മൾ കണ്ടില്ല വാർത്തകൾ. പണ്ട് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് കാരണം ഈ ആശങ്ക 15 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നത് യൂട്യൂബേഴ്സിന്റെ ഒക്കെ ആശങ്ക ഇത് തന്നെയായിരുന്നു. ഞാൻ പറയുന്നത് പ്രേമേട്ടന്റെ കാലത്താണ് ഈ ആശങ്കകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഒരു ശാസ്ത്രീയമായ കാര്യങ്ങൾ പഠിച്ചത്. അത് സത്യമാണത്. പക്ഷെ എന്ന് കരുതിയിട്ട് നമുക്കത് വെച്ചുകൊണ്ടിരിക്കാനൊക്കൂ? നമുക്ക് കേടുവന്നൊരു സാധനം നമുക്ക് കേടുവന്നിട്ടുണ്ട് എന്ന് പിന്നെ സാറ്റലൈറ്റും പറയുന്നു, ശാസ്ത്രീയ പഠനങ്ങളും പറയുന്നു. കാലപ്പഴക്കത്തിന് അങ്ങനെ സംഭവിക്കാമല്ലോ, കാലപ്പഴക്കം കൊണ്ടല്ലേ അതുണ്ടാകും. പിന്നെ ഇത് മുല്ലപ്പെരിയാറിന്റെ ചില സോണുകള് പിന്നെ നമ്മുടെ ഈ ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിൽ വന്ന് കിടപ്പുണ്ട്. ഇതിന്റെ അവിടുത്തെ ചില സാറ്റലൈറ്റ് അങ്ങനെയും ചില പറയുന്നുണ്ട്. ഇതിന്റെ കാച്ച്മെന്റ് ഏരിയയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഭൂകമ്പത്തിന് സാധ്യതയുണ്ട്. അപ്പൊ അവര് പറയുന്ന ഒരു സ്ലൈറ്റ് ഉണ്ടായാൽ മതി. ഒരു 2 പോയിന്റിനകത്തൊക്കെ നിൽക്കുന്ന 2നും 3ക്കും ഇടയ്ക്കും ഒക്കെ നിൽക്കുന്ന എന്തെങ്കിലും ഇതുണ്ടായി കഴിഞ്ഞാൽ ആ ഷെയ്ക്ക് പോലും താങ്ങാനുള്ള ശക്തി ഈ ഡാമിനില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ പറ്റും. നമുക്ക് പ്രധാന പ്രയോറിറ്റി എന്താ? നമ്മുടെ ജനങ്ങളല്ലേ. തമിഴ്നാടിന് വെള്ളം കൊടുക്കണം, അത് വേറെ വിഷയം. പക്ഷേ നമ്മുടെ ജനങ്ങളുടെ സേഫ്റ്റിയാണ്. എത്ര ആയിരങ്ങളിൽ ലക്ഷങ്ങളാണ് ഈ 3 ജില്ലകളിലായിട്ട് കഴിയുന്നത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ആശങ്കപ്പെട്ടതും ഈ മാതിരി ചർച്ചകളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ശരി, നന്ദി.